ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ടൈം വെളുപ്പിന് 4 മണിയാണ്. ഈ ടൈമിൽ എണീറ്റതിനൊരു പ്രധാന ഉദ്ദേശമുണ്ട്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാനൊരു മൂവിയിൽ ചെറിയൊരു കുഞ്ഞു റോള് ചെയ്യാനായിട്ട് പോവാണ്. ചന്തകളുള്ള കിൻഫ്ര പാർക്കിൽ വെച്ചിട്ടാണ് ഷൂട്ടുള്ളത്. 5:30-6 മണിക്കുള്ളിൽ തന്നെ എനിക്ക് അവിടെ എത്തണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിൻഫ്ര പാർക്കിലോട്ട് പോവാം. ഗൈസ്, വണ്ടി ഒന്ന് ഹീറ്റ് ആവാനായിട്ട് ജസ്റ്റ് സ്റ്റാർട്ടാക്കി വെച്ചിട്ടുണ്ട്. 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ നിന്ന് ഇറങ്ങാം. മോർണിംഗ് ആയതുകൊണ്ട് അധികം വണ്ടികളൊന്നുമില്ല. നമ്മളങ്ങനെ പോത്തങ്കോട് ജംഗ്ഷൻ എത്താനായിട്ടുണ്ട്. മോർണിംഗ് ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു ഫീല്. അധികം ട്രാഫിക്കും ഇല്ല, ചെറിയൊരു തണുപ്പും പിന്നെ ഈ വണ്ടിയുടെ ഒരു സൗണ്ടും എല്ലാം കൂടി കൊണ്ട് നല്ലൊരു ഫീലാണ്. മോർണിംഗ് വല്ല ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാം കേട്ടോ. മുമ്പിൽ കൂടി ആ ലോറി പോകുന്നത് പൊടി എന്തോന്നിത്. ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയ സമാധാനമായ. എങ്ങനെയാണ് ഷൂട്ടിംഗ് എന്നൊന്നും ഒരു ഐഡിയ ഇല്ലല്ലോ. മടല് ലോറി പോകുന്ന കാരണം ഓവർടേക്ക് ചെയ്യാനും പറ്റുന്നില്ല, മുമ്പിലുള്ള ഒന്നും കാണാനും വയ്യ. ഗൈസ്, അപ്പോൾ കിൻഫ്ര പാർക്കിൻ്റെ അടുത്തുള്ളൊരു ചായക്കടയിലാണ് ചായ കുടിക്കാൻ പോകുന്നത്. ചേട്ടാ, മധുരം കുറച്ചിട്ടോ. എന്താടാ ഓടാ. ഇതൊരു ഫോൾഡബിൾ സൈക്കിളാണ് കേട്ടോ. അതുകൊണ്ടോ അവിടെ ഫോൾഡ് ചെയ്തിട്ട് കാറിലൊക്കെ എടുത്ത് വെച്ചിട്ട് പോവാം. ഓക്കെ, ഡൺ. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് പോവാം. ചായ കുടിച്ചു കഴിഞ്ഞാൽ അവിടെ അത്രയും സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. ഫുള്ള് മധുരം. ചായയും ഇത്രയും മധുരമായിട്ടൊക്കെ എങ്ങനെ കഴിക്കണമെന്ന്. അപ്പോൾ നമുക്ക് നേരെ ബൈക്ക് എടുത്തിട്ട് കിൻഫ്ര പാർക്കിൻ്റെ ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. അവർ കയറ്റി വിടുമെന്ന് അറിഞ്ഞുകൂടാ. അവിടെ ചെന്നിട്ട് അവർ കയറ്റി വിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അവർ വിളിക്കുമ്പോൾ ചോദിക്കും, നീ ഏതാ അതെന്തെന്ന് ചോദിക്കും. ഒരു വീഡിയോ ഒക്കെ ഓഫ് ചെയ്യാൻ പറയാമെന്ന് അറിഞ്ഞുകൂടാ. കിൻഫ്രയ്ക്ക് അകത്ത് വീഡിയോ ഒക്കെ ഇങ്ങനെ പോയി എടുക്കാമെന്ന് ഒരു ഐഡിയ ഇല്ല. ഷൂട്ടുണ്ടായിരുന്നു, വരാൻ പറഞ്ഞൂടെ? ഇതിനകത്ത് വരാൻ പറഞ്ഞു, ഫ്രണ്ടിൽ നിന്ന്. അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ. ലാലേട്ടൻ്റെയൊക്കെ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ് കാണാനായിട്ടൊക്കെ ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പൊന്നില്ലേ, അന്നൊന്നും അറിഞ്ഞൂടാ, ചുമ്മാ ചേട്ടൻ്റെ കൂടെ വന്നിട്ടുണ്ടോ. അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ ലൊക്കേഷനത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി. ഐ മീൻ വ്ളോഗ് ചെയ്യാനൊന്നും പാടില്ല. അപ്പോൾ ഞാൻ എടുത്ത കുറച്ച് ക്ലിപ്പൊക്കെ അവർ ബൗൺസേഴ്സ് വന്ന് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളും കുറച്ചൊക്കെ എടുക്കാം. പിന്നെ ഷമ്മി തിലകൻ്റെ മോന് അഭിമന്യു ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ക്ലിപ്പെല്ലാം ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അവർ കോസ്റ്റ്യൂമിലല്ലായിരുന്നു, പക്ഷേ എന്നാലും ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരു കോസ്റ്റ്യൂമിലുള്ള ഡിലീറ്റ് എടുക്കരുതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷേ അവരെല്ലാം ഡിലീറ്റ് ചെയ്തു ഗൈസ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും എല്ലാം കാണിച്ചു തരായിരുന്നു. ഇപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കാണിക്കുന്നത്. ദോശയും 2 ഇടിയപ്പവും 1 എഗ്ഗും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴെനിക്ക് ആരെയും അങ്ങനെ വലിയതായിട്ട് കമ്പനി ആയില്ല. ഒരു ചേട്ടൻ വന്ന് സംസാരിച്ചു. അപ്പോൾ കുറച്ച് പേരൊക്കെ സംസാരിക്കുന്നുണ്ട്. ഓരോരുത്തരും ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ആദ്യമായിട്ടൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. എക്സ്പീരിയൻസ് ഉള്ള കുറേ പേരുണ്ട്. പിന്നെ ആദ്യമായിട്ട് വന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഇരിക്കുന്ന ചേട്ടൻ എൻ്റെ കൂടെ വന്നാണ്, കമ്പനിയായി.
അപ്പോൾ അങ്ങനെ കുറച്ച് കമ്പനികളൊക്കെ ആയി ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഇത് കഴിക്കാം ഗൈസ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് എന്നെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കോൺസ്റ്റബിൾ ആയിട്ടാണ്. അപ്പോൾ താടിയെല്ലാം എടുക്കണം, ക്ലീൻ ഷേവ് അടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ കാരണം എനിക്കതൊന്ന് ക്യാൻസലായി. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കുകയാണ്. എനിക്കിന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. പിന്നെ ഒരു എക്സിക്യൂട്ടീവിൻ്റെ വേഷം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ശാസ്ത്രമംഗലത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അതും നടക്കുമെന്ന് അറിഞ്ഞൂടാ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ രാത്രി അവിടെ എത്തി, അവിടുത്തെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അവിടെ ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥനായിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് നടന്നില്ല. നമ്മുടെ റോട്ടിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാളായിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ വീഡിയോയിൽ വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല.